വേദിയിലുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സലാം സാഹിബ്, പ്രിയപ്പെട്ട ഹാരിസ് സാഹിബ്, പ്രിയപ്പെട്ട നാസർ സാഹിബ്, വി അഷ്റഫ്, പ്രിയപ്പെട്ട ഷാവുൽ ഹമീദ്, CK മുഹമ്മദ് അലി സാഹിബ് അടക്കം വേദിയിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ലീഗിന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ ഇനി വമ്പിച്ച ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. എനിക്കറിയാം, കഴിഞ്ഞ കുറെ സമയം ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലിവിടെ 1 മണിക്കൂർ സംസാരിച്ച ആൾ സംസാരിച്ച വേദിയിൽ പിന്നെ ഒരു പ്രസംഗം 2 നിലക്ക് ടാസ്ക്കാണ്. ഒന്ന്, അയാളെക്കാൾ ഗംഭീരമായി മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. 2, വളരെ മനോഹരമായി രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എത്തുന്നത് വരെ ഞാൻ പങ്കെടുത്ത പരിപാടിയിൽ നീട്ടിപ്പിടിക്കണം എന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്താൻ ഒരല്പം വൈകിയത്. അവിടെ ഏതാണ്ട് 2 മണിക്കൂറും 10 മിനിറ്റും പ്രസംഗിച്ചപ്പോഴാണ് മൂപ്പര് ഇനിയും 10 മിനിറ്റ് കഴിഞ്ഞാണ് അവിടെ എത്തുക എന്ന് പറഞ്ഞത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ നാടകക്കാരുണ്ട്, അവർ പറയും എൻ്റെ വലിയൊരു ആഗ്രഹം നാടകം കളിച്ചുകൊണ്ടിരിക്കുക തട്ടയിൽ വീണ് മരിക്കണം എന്നാണ്. എനിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ലീഗിന്റെ സ്റ്റേജിൽ വീണ് മരിക്കണം എന്നൊരാഗ്രഹം ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് എത്തുന്നതിന് 10 മിനിറ്റ് മുൻപ് ഞാൻ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. എന്നാൽ എത്ര കേട്ടാലും മനസ്സിലാക്കിയാലും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തത്ര സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾ, നമ്മൾ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു പൊളിറ്റിക്കൽ ഇവന്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് വിളിക്കാൻ കഴിയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഞാനതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ രാജ്യത്ത് ഉയരുമ്പോൾ ഒരുപക്ഷെ അതിരുകടന്ന ആത്മവിശ്വാസത്തോടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിതാ 400 കടക്കാൻ പോകുന്നു, അബ്കി ബാർ 400 പാർ എന്നതാണ്. ആ 400-നടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എത്തും എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അവര് മുന്നോട്ട് വച്ച ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത അതിനിഷ്ഠുരമായ വർഗീയ പ്രചരണങ്ങളുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ഞാനതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷതയെ കുറിച്ച് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ഫൈസാബാദിനെ അയോധ്യ എന്ന് വിളിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവർ അയോധ്യയെ ഫൈസാബാദ് എന്ന് വിളിക്കാൻ തുടങ്ങി എന്നാണ്. നേരത്തെ ആ നഗരത്തിന്റെ പേര് ഫൈസാബാദ് എന്നായിരുന്നു. ആദ്യം അവർ ആ നഗരത്തിന്റെ പേര് മാറ്റി. രണ്ടാമത് അവിടെ ഭഗവാൻ ശ്രീരാമന്റെ പേരിൽ അമ്പലമുണ്ടാക്കി അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തി. ഈ രാജ്യത്തെ ഏതാണ്ട് 80-ൽ പരം കോടിയോളം വരുന്ന രാജ്യത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ മനസ്സിലെ വളരെ ദിവ്യം എന്ന് പറയാൻ കഴിയുന്ന ഒരു ദൈവസങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ചെയ്യിക്കുന്ന പ്രചരണങ്ങൾ അവർ നടത്തി. ഒറ്റവാചകത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ അനന്തര ഫലമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ആ പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിൽ പോലും BJP പരാജയപ്പെട്ടപ്പോ ഇത് ഫൈസാബാദ് ആണ് എന്നവർ പറയാൻ തുടങ്ങി എന്നതാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാലം എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ കഴുത്തറുത്ത അടുത്ത വർഷം അഥവാ 2025-ൽ RSSന് 100 വയസ്സ് പൂർത്തിയാകുമ്പോ, ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ RSSന് ജന്മദിന സമ്മാനം കണക്ക് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ കഴുത്തറുത്ത് തങ്കത്തളികയിൽ വെച്ച് ഞങ്ങൾ സമ്മാനം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച രാജ്യത്തെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടായി. പക്ഷെ കേരളത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ യൂത്ത് ലീഗിന്റെ ഒരു കുട്ടി കാണിച്ച രസകരമായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കേരളത്തിന്റെ ഒരു മാതൃകയുണ്ട്. ആ വീഡിയോ നടക്കുന്നത് കോഴിക്കോടാണ്. നമുക്കറിയാലോ, തൊട്ടടുത്ത കോഴിക്കോട് ഇന്ന് ഹർത്താലാണ്. അവിടെ ആ ഹർത്താലിന്റെ ഭാഗമായി
രണ്ട് പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർ തമ്മിൽ പൊരിഞ്ഞ അടി, CPM-ഉം കോൺഗ്രസും തമ്മിൽ. ഇവർ അടി കൂടിക്കൊണ്ടിരിക്കെ ഒരു ആംബുലൻസ് വന്നു. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റി. ആംബുലൻസ് കടന്നുപോയി. പിന്നെയും അടി തുടങ്ങി. ഞാൻ ഇവിടെ കാണിച്ചു തരാം, വീഡിയോ വൈറലാണ്, ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടു. ആ വീഡിയോയിലുള്ള മനുഷ്യർ അവർ കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിലുമുള്ള മനുഷ്യരാണ്. ഞാൻ പറയുന്നത് CPM-ന്റെ നേതാക്കന്മാരെ കുറിച്ചൊന്നുമല്ല, ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാർ. അവർക്കിടയിൽ, കോൺഗ്രസുകാർക്കിടയിൽ, മുസ്ലിം ലീഗുകാർക്കിടയിൽ, രാജ്യത്തിന്റെ മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മുൻപിൽ കേരളം കൊടുക്കുന്ന ഒരു മാതൃകയുണ്ട്. ഇതാണ് തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു ആംബുലൻസ് വന്നാൽ അടി നിർത്തി അതിനെ കടത്തി വിട്ടിട്ട് തല്ലുകൂടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ കേരളത്തിൽ ഏറ്റവും അവസാനം ഫലം പ്രഖ്യാപിക്കപ്പെട്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് മഞ്ചേശ്വരം, മറ്റൊന്ന് പാലക്കാട്. ആ പാലക്കാട് മണ്ഡലത്തിലെ ഫലം പ്രഖ്യാപിക്കപ്പെടുമ്പോ തെരഞ്ഞെടുപ്പിന് മുൻപ് MLA ഓഫീസ് തുറന്ന് ഈ മണ്ഡലത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച BJP മെട്ടോമാൻ ശ്രീധരനെ അവതരിപ്പിച്ച അവിടെ അവസാനം 3800 വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിച്ചു എന്ന വാർത്ത ഞാൻ കേൾക്കുന്നത് എന്റെ നാട്ടിൽ ഒരു ക്ലബിലിരുന്നാണ്. ആ ക്ലബിലെ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോ ആദ്യം എന്റെ കൈ പിടിച്ചു കുലുക്കിയത് എന്റെ നാട്ടിലെ DYFIയുടെ നേതാവ് രഞ്ജിത്താണ്. അയാൾ എന്നെ അഭിനന്ദിച്ചു. കാരണം തങ്ങളുടെ പാർട്ടി 3ാം സ്ഥാനത്ത് പോകുന്ന പാലക്കാട് BJP വിജയിക്കരുത് എന്ന്, UDF വിജയിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ മഞ്ചേശ്വരം ചുരത്തിനപ്പുറത്ത്, വാളയാർ ചുരത്തിനപ്പുറത്ത് രാജ്യം മുഴുവൻ ഓരോ ഇടങ്ങളായി BJPയുടെ രാഷ്ട്രീയത്തിന്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോ മതനിരപേക്ഷ കേരളത്തിന്റെ ഒരു തരി മണ്ണ് പിന്നിട്ട പതിറ്റാണ്ടുകൾ RSSന്, സംഘപരിവാറിന് അവരുടെ വിജയക്കൊടി നാട്ടാൻ വിട്ടുകൊടുക്കാതിരുന്ന കേരളത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലകുനിക്കേണ്ടി വന്നു എന്നതാണ്. തൃശ്ശൂരിൽ ഒരാൾ വിജയിച്ചു. അയാൾ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ചലച്ചിത്ര താരമായിരുന്നു. പക്ഷേ ചാണകം ചവിട്ടിയാൽ ഏത് പൊന്നു തമ്പുരാനായാലും അയാൾ RSS ആണ് എന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ശീലം നമുക്കുള്ളത് കൊണ്ട് അയാൾ വിജയിച്ചപ്പോ ഒരു മനപ്രയാസമുണ്ടായി. ഞാൻ പറയുന്നത് ആ വിജയത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. BJP ഇപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, ചേലക്കര തെരഞ്ഞെടുപ്പിൽ, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കാലുറപ്പിക്കാൻ BJP പയറ്റുന്നത് ആ രാഷ്ട്രീയമാണ്. ഏത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോ ആംബുലൻസ് വന്നാൽ ജാതി മറന്ന്, മതം മറന്ന്, രാഷ്ട്രീയം മറന്ന് മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി വേവലാതിപ്പെടുന്ന മലയാളികളുടെ മനസ്സ് ഹിന്ദു ആയിരിക്കെ, ക്രിസ്ത്യാനി ആയിരിക്കെ, മുസ്ലിം ആയിരിക്കെ, ഒരു മലയാളി എന്ന നിലക്ക് നമ്മൾ ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരു പാരമ്പര്യം, അതിനെ തകർക്കണം, അതിന്റെ തായ്വേരറുക്കണം. ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും തമ്മിലടിക്കണം. അതിന് അപകടകരമായ ഒരു ഫോർമുല, അപകടകരമായ ഒരു രാഷ്ട്രീയം അവര് കേരളത്തിൽ പയറ്റാണ്. പാലക്കാട്ട് നമ്മൾ കണ്ടതാണ്, ചേലക്കരയിൽ നമ്മൾ കണ്ടതാണ്, വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. ആ രാഷ്ട്രീയം മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുക, ഒരു സമവാക്യം ഉണ്ടാക്കണം. എന്നിട്ടോ പതിറ്റാണ്ടുകൾ ഇവിടെ സഹോദരങ്ങളെ പോലെ ജീവിച്ച മനുഷ്യരെ തമ്മിലടിപ്പിക്കുക. എന്നിട്ടോ അധികാരം ഉറപ്പിക്കുക. അതിന്റെ പരീക്ഷണശാലയായി ഉത്തരേന്ത്യയിൽ പല ഘട്ടങ്ങളിൽ BJP പരീക്ഷിച്ച് വിജയിച്ച ആ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി BJP കേരളത്തെ ഉപയോഗിക്കും. വയനാട് വന്നിട്ട് പ്രസംഗിച്ചല്ലോ സുരേഷ് ഗോപി. ഇപ്പൊ അതിന് കാരണമായി കാണുന്നത് വഖഫിനെയാണ്. വയനാട്ടിൽ ആ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസംഗം ഉപർ പറഞ്ഞത്, ഞാനതിന്റെ പേരൊന്നും പറയുന്നില്ല, അതൊരു കിരാതമാണ്, ഞങ്ങള് അതിന്റെ തണ്ടെല്ലാം ഊരും എന്നാണ് പറയുന്നത്. വഖഫിനെ കുറിച്ചാണ്. വഖഫ് എന്ന വാക്ക് കേരളത്തിൽ ഇപ്പോ തൊട്ടാൽ കൊല്ലുന്ന ഒരു വാക്കാണ്. മുനമ്പത്ത് അതിനെ മുൻനിർത്തി ക്രൈസ്തവ മുസ്ലിം സഹോദര്യം തകർത്ത് ഈ നാടിനെ കീഴ്പ്പെടുത്താൻ BJP അജണ്ട ഒരുക്കുന്നത്, ആ സമരത്തെ ആളിക്കത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മുസ്ലിം ലീഗിന് ഒരു നിലപാടുണ്ട്. ആ ഭൂമിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ്, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ഈ സമുദായത്തിന്റെ നേതൃത്വം അവിടെ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് സമരം ചെയ്യുന്ന ആ മനുഷ്യരുടെ കൂടെയാണ്.
അവരെ ഇറക്കി വിടുന്ന ഒരേർപ്പാടിന്റെയും കൂടെ ഞങ്ങൾ നിൽക്കില്ല എന്ന് മാത്രമല്ല, പിന്നെയോ ആ വിഷയം തീർക്കാൻ, ഇവിടെ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി വന്നാൽ മുൻകൈ എടുക്കുമെന്ന് പ്രഖ്യാപിച്ച പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷെ അതിനർത്ഥം ഈ വഖഫ് എന്ന വാക്കിന് അങ്ങ് അടിയറ വെച്ചു എന്നല്ല. അത് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരോട്, അവരുടെ യാതനകളോട്, അവരുടെ ആശങ്കയോട്, ഈ നാടിന്റെ സമാധാനത്തോട് ലീഗിനുള്ള പരിഗണനയാണ്. ആ ചെലവിൽ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ വഖഫിന്റെ തണ്ടല്ലൂരുന്നത് പോയിട്ട് അതിന്റെ നേരെ കൈ ഉയർത്താൻ സുരേഷ് ഗോപിക്കെന്നല്ല നരേന്ദ്രമോദിക്ക് പോലും ധൈര്യം വരില്ല. മനസ്സിലാക്കിക്കോ. അങ്ങനെ ഭയപ്പെടുത്താമെന്ന് RSS വിചാരിക്കണ്ട. അത് അവരുടെ രാഷ്ട്രീയമാണ്. നല്ല വിഷയം ആളിക്കത്തിക്കുമ്പോ അത് തീർക്കേണ്ടവരാണ്. ഈ മനുഷ്യരെ ഒരുമിച്ചൊരുത്തി അവരുമായി സംസാരിച്ച് അത് തീർക്കേണ്ടവരാണ് കേരളത്തിലെ ഗവൺമെന്റ്, ഇവിടുത്തെ മുഖ്യമന്ത്രി. അതിനുവേണ്ടി വിളിച്ച ഒരു സർവകക്ഷി യോഗം അത് ആദ്യം തീരുമാനിച്ചത് 16-ാം തീയതി. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനിടയിൽ കൽപ്പാത്തിയിലെ തേര് കാരണം 20-ാം തീയതിയിലേക്ക് നീട്ടി. അപ്പൊ ഈ സർവകക്ഷി യോഗം 22-ലേക്ക് നീട്ടി. എന്ന് വെച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വഖഫിനെ മുൻനിർത്തി ഈ കേരളത്തിൽ BJP ഭരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തിളനില, അതിന്റെ താപനില, അതിന്റെ ചൂട് അതിങ്ങനെ ഉയരെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തീർന്നില്ല. അവര് നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡ് വയനാട്ടിലും കുറെ നോട്ടീസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ, തൃശൂർ ജില്ലയിലും കുറെ നോട്ടീസ് കൊടുത്തു. അജണ്ട കൃത്യമാണ്. BJP കളിക്കുന്ന ഈ നാടകത്തിനൊപ്പിച്ച് അവർക്ക് അനുകൂലമായ തരത്തിൽ രാജ്യത്ത് അവർ പയറ്റുന്ന സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, അതിന്റെ പ്രാഥമിക ഗുണഭോക്താക്കളായി മാറാൻ ഇവരാഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് മാത്രമാണ്. നമ്മളതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാലോ? ഷാജിക്ക എനിക്കറിയാവുന്നിടത്തോളം അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വർത്തമാനകാലത്തെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. പിണറായി വിജയന്റെ ADGP RSSകാരെ പോയി കാണുന്നത്, കൈപിടിക്കുന്നത്, ഒരു IAS ഓഫീസർ RSSനെ പ്രീതിപ്പെടുത്താൻ മതപരമായി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, കേരളത്തിന്റെ പൊതുജീവിതത്തിന്റെ മണ്ഡലത്തിൽ മുമ്പൊരിക്കലുമില്ലാത്ത വിധം RSSന് സ്വാധീനം ഉണ്ടാകുന്നത് ഒക്കെ നമ്മൾ കാണണം. ഇതിന്റെ തുടക്കം എവിടെയായിരുന്നു? തുടക്കം നമുക്കറിയാം. കേരളത്തിൽ അധികാരത്തിൽ വന്ന 1-ാം പിണറായി സർക്കാർ. ആ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നമ്മൾ കൊടുത്ത ഒരു താക്കീതുണ്ട്. എന്താണ്? പിണറായി വിജയന്റെ 1-ാം സർക്കാരിന്റെ പ്രത്യേകത കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവര് BJPയെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നത്. നമ്മളത് പറഞ്ഞ ഒരു കാര്യം. അന്നവർ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ആരോപണം. 1-ാം ദിവസം മുതൽ അതിന്റെ സൂചനകളുണ്ട്. വിശദമായി പറയാൻ സമയത്തിന്റെ പരിമിതിയുണ്ട്. നമ്മുടെ ഗവൺമെന്റ് 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അതേ ദിവസം, ഏതാണ്ട് അതേ ആഴ്ച, ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് കൂടി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2016-ൽ സ്റ്റാലിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ, അവിടെ ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അവർ ഒരു DGPയെ നിയോഗിച്ചു. ആ DGPയുടെ പ്രത്യേകത, നിങ്ങൾ ഇപ്പൊ കാണുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, അമിത്ഷാ, കോടികൾ സമാഹരിച്ച് കോർപ്പറേറ്റുകളിൽ നിന്ന് BJPയുടെ ഖജനാവിലേക്ക് കോടികൾ കുന്നുകൂട്ടി പ്രതിപക്ഷ പാർട്ടികളുടെ MLA-മാരെ നിന്ന നിൽപ്പിൽ വിലക്കെടുത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഗവൺമെന്റുകളെ അട്ടിമറിക്കും. പൗരത്വ നിയമം പോലെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത വർഗീയ അജണ്ടകൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് BJP നടപ്പാക്കുമ്പോ അതിന്റെ മുൻനിര പോരാളിയായി ഉരുക്കു മനുഷ്യൻ എന്ന BJP പരിചയപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആ അമിത്ഷാ വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോ അമിത്ഷായുടെ വീട്ടിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് കയറി ചെന്ന് അയാളുടെ കൈപിടിക്കാൻ, ആ പടി കയറി പോകുന്നത് സല്യൂട്ട് അടിക്കാനല്ല, വിധേയത്വം പ്രകടിപ്പിക്കാനല്ല, ആ കയ്യിൽ തൊട്ടത് അങ്ങയുടെ ഔദാര്യം കൊണ്ട് എനിക്കൊരു പ്രമോഷൻ വേണം ഒന്ന് പറയാനുമല്ല. കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. എന്നിട്ട് പുറത്തു വന്നു, മാധ്യമങ്ങളോട് പറഞ്ഞു സോറാബുദ്ദീൻ ഷെയ്ഖിന്റെ ഭാര്യ കൗസർ ബിയുടെ
തുളസിറാം പ്രജാപതിയുടെ ഇസ്രത് ജഹാന്റെ അങ്ങനെ ഗുജറാത്ത് വംശഹത്യക്ക് ശേഷം ഇയാളുടെ കൽപ്പന പ്രകാരം ഗുജറാത്ത് പോലീസ് നടത്തിയ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കും. കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. 105 ദിവസം അമിത്ഷാ ജയിലിൽ കിടന്നു, രാജിവെച്ചു. കോടതിയുടെ മുമ്പിൽ വന്നപ്പോ ഗുജറാത്തിൽ കയറിപ്പോവരുത് എന്ന് അമിത്ഷായോട് കോടതി പറഞ്ഞു. വർഷങ്ങളോളം താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അമിത്ഷാ മഹാരാഷ്ട്രയിൽ താമസിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടായിരുന്നു, ആ ആൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടി രണ്ടും മോശമൊന്നുമല്ല കേട്ടോ, ആരായിരിക്കും? അയാളുടെ പേര് പി കന്ദസ്വാമി എന്നാണ്. സ്റ്റാലിൻ ദ്രാവിഡ മണ്ണിന്റെ മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ കേരളത്തെക്കാൾ വന്യമായി BJP കീഴ്പ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ദ്രാവിഡ മണ്ണിൽ 2016 ഒരു പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിൽ വന്നപ്പോ കരുണാനിധിയുടെ മകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ ആ ഓഫീസർ എവിടെ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അയാളെ കണ്ടുപിടിച്ചു, അയാളെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. അയാളെ തമിഴ്നാട് പോലീസിന്റെ ഉന്നത പദവിയിൽ ഇരുത്തി. എന്നിട്ട് ഡൽഹിയിലിരിക്കുന്ന അമിത്ഷായ്ക്ക് നരേന്ദ്രമോദിക്ക് ഒരു സന്ദേശം കൊടുത്തു. ദ്രാവിഡ മണ്ണാണ്, തമിഴന്റെ മണ്ണാണ്. RSSന്റെ അധികാരത്തിന്റെ ഈ ഹുങ്കിനെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഇരുത്തിയത് അമിത്ഷായെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ ധൈര്യം കാണിച്ച പോലീസ് ഓഫീസറെ. അപ്പൊ നിങ്ങൾക്ക് വേറൊരു സംശയം കൂടി, അന്ന് ജയിലിൽ കിടന്ന ആൾ പിന്നെ അങ്ങനെ രക്ഷപ്പെട്ടു, പിന്നെ അങ്ങനെ BJPയുടെ പ്രസിഡന്റായി, പിന്നെ അങ്ങനെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി. അന്ന് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, കേസ് ചാർജ് ചെയ്തു, കുറ്റപത്രം കൊടുത്തു, കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു. അത് അന്വേഷിക്കാൻ വേറൊരു പോലീസുകാരൻ വന്നു. ആ പോലീസുകാരൻ ഉപജാപങ്ങളിലൂടെ നരേന്ദ്രമോദിയെ, അമിത്ഷായെ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിൽ നിന്നും ക്ലീൻ ചിറ്റ് കൊടുക്കുന്നിടം വരെ സഹായിച്ചു എന്നാണ് ആരോപണം. അറസ്റ്റ് ചെയ്ത കന്ദസ്വാമി സ്റ്റാലിന്റെ DGP, അവിടുത്തെ ഉന്നത പോലീസ് ഓഫീസർ. രക്ഷപ്പെടുത്തിയ ആളിന്റെ പേരെന്ത്? അയാൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ നിങ്ങളോട് പറയാം. അയാളുടെ പേര് ലോക്നാഥ് ബെഹ്റ. അയാൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സീനിയോറിറ്റി മറികടന്ന് അയാൾ കേരളത്തിന്റെ DGP. പെൻഷൻ പറ്റിയിട്ടും പോയിട്ടില്ല കേരളത്തിൽ നിന്ന്. ഇപ്പോ എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കിയ കൊച്ചി മെട്രോ റെയിൽ കമ്പനിയുടെ MD പെൻഷൻ പറ്റിയിട്ടും വിടാതെ ഈ കേരളത്തിൽ മാസം 3 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് അമിത്ഷായെ രക്ഷപ്പെടുത്തിയ ലോക്നാഥ് ബെഹ്റയെ പിണറായി വിജയൻ കുടിയിരുത്തി. ഈ കാണുന്ന RSS ഉണ്ടല്ലോ, കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ, ഇവിടുത്തെ IAS ഓഫീസർമാർക്കിടയിൽ, ഈ കേരളത്തിന്റെ തെരുവുകളിൽ പിണറായി വിജയന്റെ കാലത്ത് RSSുകാർ വേട്ടപ്പട്ടികളെ പോലെ ആരെയും ഭയക്കാതെ നിരങ്ങുന്നുവെങ്കിൽ ആ സൂക്കേട് തുടങ്ങിയത് അന്നാണ്. അന്ന് നമ്മൾ ഇത് പറഞ്ഞു, ആളുകൾ കേട്ടില്ല. കുറെ കാലം കഴിഞ്ഞല്ലോ. രണ്ടാമത്തത് ഇത് പാനൂർ, ഇവിടെ അടുത്താണ് പാലത്തായി. പാലത്തായിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കേസ്. പെൺകുട്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികളുടെ പ്രായമുള്ള ഒരുപക്ഷെ ഒരു ദുരനുഭവം ഉണ്ടായാൽ അതിന്റെ മെന്റൽ ട്രാമയിൽ നിന്ന് ആയുസ് മുഴുവൻ രക്ഷപ്പെടാൻ കഴിയാത്ത ഭീകരമായ പീഡനം മകളെ പോലെ കാണേണ്ട ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു കുട്ടി, അവൾ ഇവിടെയാണ്, പാലത്തായി. ആ കേസ് അന്വേഷിച്ചതും പിണറായി പോലീസ്. ആ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത് BJPയുടെ നേതാവ് പത്മരാജൻ. എന്ത് സംഭവിച്ചു ആ കേസിന്? എഴുതി കൊടുത്ത റിപ്പോർട്ടിന്റെ ക്രൂരമായ ഒരു റിപ്പോർട്ട് എന്താണ്? ആ കുട്ടി മൊഴികളിൽ സ്ഥിരതയില്ലാത്ത കള്ളം പറയുന്നവളാണ്. കാരണം ഈ പിതാവിനെ പോലെ കാണേണ്ട അധ്യാപകന്റെ കൈ തന്റെ നേരെ നീണ്ടുവന്ന ദിവസം, ആ സമയം ആ പെൺകുട്ടി പറഞ്ഞപ്പോ തെറ്റിപ്പോയി എന്നാണ്. പത്മരാജനെ സഹായിച്ചു. അന്ന് ഈ പാനൂരിൽ, ഈ കൂത്തുപറമ്പിൽ, ഈ കരിയാട് മുസ്ലിം ലീഗ് പറഞ്ഞു ഒത്താശ ചെയ്യാണ്, BJPയെ സഹായിക്കാൻ. കേൾക്കാൻ ആളുണ്ടായില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോവിഡിന്റെ കാലമാണ്. കോവിഡിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഈ വേർത്തൊലിച്ചിരിക്കുന്ന എന്നെ കെട്ടിപ്പിടിച്ച നാസർ മാഷ് കോവിഡിന്റെ കാലത്ത് എന്നെ കണ്ട പരിശീലിച്ചിരുന്ന ഇന്നാളി മിണ്ടാത്ത കാലം, തൊടാത്ത കാലം, വീടടച്ചിരുന്ന ഒറ്റപ്പെടലിന്റെ മഹാമാരിയുടെ ആ കാലം.
കൽപ്പറ്റ നാരായണ മാഷ് ആ കാലത്തെ കുറിച്ച് പറഞ്ഞത് ഇത് ഏകാധിപതികളുടെ വിജയകാലമാണ് എന്നാണ്. അവിടെ മുദ്രാവാക്യങ്ങളില്ല, പ്രകടനങ്ങളില്ല, മനുഷ്യർ ഒരുമിച്ചിരിക്കുന്നില്ല, രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. മാഷ് അതിനെ പ്രതീകാത്മകമായി പറഞ്ഞത് മുദ്രാവാക്യങ്ങളില്ലാത്ത, പ്രസംഗങ്ങളില്ലാത്ത, മനുഷ്യർ രാഷ്ട്രീയം സംസാരിക്കാത്ത, മരണത്തെ മുന്നിൽ കണ്ട, ഒറ്റപ്പെട്ട് ജീവിച്ച തുപ്പാൻ ഭയന്ന കാലം എന്നാണ്. തുപ്പാൻ ഭയന്ന ആ കാലത്ത് തൊണ്ണക്കുഴിയിൽ നിന്ന് ഭയം കൊണ്ട് നാം ഉള്ളിലേക്ക് ഇറക്കിയത് കൊടും വിഷമായിരുന്നു എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ 2021 തെരഞ്ഞെടുപ്പ് നടന്നത് കോവിഡ് കഴിഞ്ഞിട്ടാണ്. തുപ്പാൻ ഭയന്ന ആ കാലത്ത് മലയാളി അവരുടെ തൊണ്ടക്കുടിയിൽ നിന്ന് താഴേക്ക് ഇറക്കിയ കൊടും വിഷത്തിന്റെ പേരാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലത്ത് ഇതാകെ നമ്മൾ ഓർക്കണം. പത്മരാജനെ സഹായിച്ചവർ ഇപ്പോ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, CJP-യുടെ ചിഹ്നം ഉണ്ടല്ലോ, നീല ട്രോളി. പാലക്കാട് നിങ്ങൾ കണ്ടല്ലോ, ട്രോളി ആയിട്ട് മനുഷ്യർക്ക് പോവാൻ നിവർത്തില്ലാത്തൊരു കാലം. ട്രോളിയിൽ കൊണ്ടുവന്നതല്ല, ചാക്കിൽ കെട്ടി കർണാടകയിൽ നിന്ന് BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലേക്ക് കട്ടുകടത്തിയത് 41.5 കോടിയുടെ കുടൽപ്പണം. 3 വർഷം മുൻപ് പിണറായി പോലീസിന് മൊഴി കിട്ടി. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആ പണം നഷ്ടപ്പെട്ട ഉടനെ പണം കൊണ്ടുവന്ന് ധർമ്മരാജൻ വിളിച്ച സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൻ ആ കേസിൽ ഇതുവരെ സാക്ഷിയാണ്, പ്രതി ചേർത്തില്ല. ധർമ്മരാജനെ സംരക്ഷിക്കാൻ ഓടിക്കൂടിയവർ, ഈ പാലത്തായിലെ പത്മരാജനെ സംരക്ഷിച്ചവർ സുരേന്ദ്രനെയും സംരക്ഷിച്ചു എന്ന് വച്ചാൽ ദീർഘമായി സംസാരിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, BJP-ക്ക് കൊടുത്ത ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ്. സന്ദീപ് വാര്യർ വന്നു, ഷാജിക്ക പറഞ്ഞത് സന്ദീപ് വാര്യരെ പറ്റില്ല, രണ്ടാം മിണ്ടരുത് കൂട്ടരുത്. ഒരാൾ BJP-യിൽ പോയാൽ അയാൾ BJP ആയിട്ട് തന്നെ മരിക്കണമെന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവരിത് പറയുമ്പോ ഞാനിന്ന് ഈ പാനൂരിൽ നിന്ന് ദൂരെ ഒന്നും പോകുന്നില്ല, അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം. ഈ പാനൂരുകാരനായ എനിക്ക് ആ മനുഷ്യനോട് വ്യക്തിപരമായ ഒരു വിരോധമില്ല, RSSകാരോട് ശത്രുതയില്ല. എതിർപ്പ് RSSകാരോടൊന്നുമല്ല, എതിർപ്പ് RSSനോടാണ്. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് കേൾക്കുന്നത് ഞാനൊരു SFI പ്രവർത്തകനായിരിക്കുമ്പോഴാണ്. ഇപ്പൊ ഇന്നലെ സന്ദീപ് വാര്യർ വന്നപ്പോ അയാൾ കാളിയനാണ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മന്ത്രി MP രാജേഷ് SFIയിലൂടെ വന്ന ആളാണ്. എന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഞാനൊന്ന് പെരുമ്പാവൂരിൽ SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. ആ രാജേഷ് സന്ദീപ് വാര്യര് കാളിയനാണ് എന്ന് പറയും. ഇവിടെ ഈ പാനൂരിൽ ഒരു BJP നേതാവ് ഉണ്ടായി. എന്റെ ഓർമ്മ അദ്ദേഹം എഴുത്തുകാരനാണ്, പേര് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. OK വാസു. ഞാനിവിടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വന്നതല്ല കേട്ടോ. ഞാൻ ഈ പേര് ആദ്യം കേൾക്കുന്നത് ഈ കൂത്തുപറമ്പിനടുത്ത തൊക്കിലങ്ങാടി, അവിടെ ഒരു വീടുണ്ട്. ഒരുപക്ഷെ അവിടെ നിങ്ങളൊരു ചെറുപ്പക്കാരന്റെ പേരെഴുതി വെച്ചത് കാണും. എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടല്ല. അവർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ മാറി നിന്ന് ഇടതുപക്ഷം ഇന്ന് കളിക്കുന്ന ഈ രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്ന, അതിന് ഞാൻ വോട്ട് കൊടുക്കും എന്ന് വിചാരിക്കുന്ന ഒരു സഖാവുണ്ടെങ്കിൽ അയാളുടെ മനസാക്ഷിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെയും ഞാൻ ശത്രുവായിട്ടല്ല കാണുന്നത്. ഇന്ന് തല്ലുപിടിച്ചവരുടെ കൂട്ടത്തിൽ ആ CPM-കാരുണ്ടല്ലോ, അവരിൽ കുറച്ചു പേർക്ക് എങ്ങനെ തോന്നിയില്ല ആംബുലൻസ് കടന്നു പോകട്ടെ എന്ന്. അവരെല്ലാവരും കുഴപ്പക്കാരല്ല. ഞാൻ അവരോട്, ആ താടിയുള്ള ചെറുപ്പക്കാരൻ, കൂത്തുപറമ്പുകാരൻ, തൊക്കിലങ്ങാടിക്കാരൻ, അയാളുടെ പേര് KV സുധീഷ് എന്നാണ്, സഖാവ് സുധീഷ്. SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. തൊക്കിലങ്ങാടിയിലെ വീട്ടിൽ വെച്ച് ഒരു രാത്രി തെക്കൻ കേരളത്തിൽ നടന്ന SFI സമ്മേളനത്തിൽ പങ്കെടുത്ത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സുധീഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. അമ്മയുടെ മുന്നിൽ വെച്ച്, അച്ഛന്റെ മുന്നിൽ വെച്ച്. അന്ന് ഈ കേരളത്തിന്റെ തെരുവുകളിൽ ഉടനീളം വേദിയിൽ ഇപ്പോൾ പ്രസംഗിക്കുന്ന ഷിബു മീരാനും അന്ന് SFI പ്രവർത്തകനായിരുന്ന ഞാനും രാജേഷും ഇവിടെയുള്ള CPM-കാർ SFI-കാർ മുഴുവൻ പറഞ്ഞ ഒരു കാര്യം, ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി OK വാസുവിൻ്റെതാണ്. കാലം കുറെ കടന്നുപോയി. പിണറായി വിജയൻ നയിക്കുന്ന ഒരു ജാഥ തലശ്ശേരിയിൽ വന്നു. തലശ്ശേരിയിൽ വന്ന ആ ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുമ്പോ ഒരുപക്ഷെ സഖാവ് സുധീഷിനെ പോലെ ഈ കണ്ണൂർ ജില്ലയിൽ RSSന്റെ ഫാഷിസത്തിനെതിരെ നേർക്കുനേരെ പൊരുതി ചോര കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ചുവപ്പിച്ച ധീര രക്തസാക്ഷികൾ, സതീഷ് അടക്കം, ആ മനുഷ്യരുടെ ഹൃദയത്തിന്റെ രക്തം കൊണ്ട് ചുവന്ന ചെങ്കൊടി
പിണറായി വിജയൻ ഒരാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പടികടന്നെത്തി ആ കൊടി ഏറ്റുവാങ്ങിയത് OK വാസുവായിരുന്നു. സന്ദീപ് വാര്യരുടെ ഭൂതകാലം നമുക്കറിയാം. ചാനലുകളിൽ, പൊതുവേദികളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അയാൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അതിരുകടന്ന കാഠിന്യമുണ്ടായിരുന്നു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ സന്ദീപ് വാര്യരെ ഒരു കാലത്തും കോൺഗ്രസ് അടുപ്പിക്കരുത് എന്ന് പറയുന്ന ഇവർ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സംസ്ഥാന നേതാവിന്റെ കൊലപാതക കേസിൽ പ്രതിയെന്ന് ഇവർ തന്നെ പറഞ്ഞാൽ അയാളുടെ കയ്യിലേക്ക് കൊടിവച്ചു കൊടുത്തവരാണ്. എന്ന് വെച്ചാൽ എന്തിനാ അത് ചെയ്തത്? ഒന്നുമല്ല, പാനൂര്, കൂത്തുപറമ്പ് ഈ ഭാഗത്തൊക്കെ OK വാസു ഉണ്ടാക്കിയ നമോ വിചാർ മഞ്ച് എന്ന സംഘടനക്ക് 10,000 വോട്ടുണ്ട്. ആ വോട്ട് കിട്ടണം, കൂത്തുപറമ്പിൽ UDF-നെ തോൽപ്പിക്കണം. അപ്പൊ ഒരു ഭാഗത്ത് 3000 വോട്ട്, മറുഭാഗത്ത് സുധീഷിന്റെ അച്ഛൻ, അമ്മ ത്രാസ് വെച്ച് ഇങ്ങനെ തൂക്കിയപ്പോ 3000 വോട്ടിന്റെ തട്ട് താണിരുന്നു. കൂടെ നിർത്തി വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പ് വിജയിച്ചു, MLA ഉണ്ടാക്കി. എന്നിട്ട് പറയാണ് സന്ദീപ് വാര്യരെ കണ്ടാൽ കോൺഗ്രസ് മിണ്ടരുത് എന്നാണ്. സന്ദീപ് അന്നുയർത്തിയ വാദങ്ങളോട് നിശിതമായ എതിർപ്പുണ്ട്. അത് ഉന്നയിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം സന്ദീപ് BJP ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും പറയുമായിരുന്നു. അയാൾ നിലപാട് മാറ്റിയിരിക്കുന്നു. ഞാൻ വെറുപ്പിന്റെ ഫാക്ടറിയിലായി. എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ പഠിച്ച ആ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ്. ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പകരം എനിക്ക് പദവി വേണ്ട, കോൺഗ്രസിന്റെ സാധാ അംഗത്വം മതി എന്നയാൾ പറഞ്ഞാൽ അയാളെ സ്വീകരിക്കണം. അയാളെന്നല്ല, ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരുന്ന ആരെയും സ്വീകരിക്കണം. അല്ലാണ്ട് എങ്ങനെ നമ്മൾ BJP-ക്കാരെ തോൽപ്പിക്കുക? അവരെ ഇല്ലാണ്ടാക്കാൻ പറ്റും, കൊന്നു തീർക്കാൻ പറ്റും. കൊന്നു തീർക്കുന്നത് ജനാധിപത്യത്തിലെ ലൈനാണ്. അല്ല, ഇതാണ് മാർഗം. ആശയ പ്രചരണം നടത്തണം, രാഷ്ട്രീയം സംസാരിക്കണം, അതിന്റെ ഭാഗമായി വിട്ടുവരുന്നവരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കണം. ഇവരുടെ കൂടെയാ പോയതെങ്കിലോ ആ OK വാസു ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ മെമ്പറാണ്. ഇവര് കൂടെ നിർത്തും, പദവി കൊടുക്കും എന്ന് വെച്ചാൽ അവസാനിപ്പിക്കാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ നടക്കുന്നു. അതിന് ചൂട്ടുപിടിക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അല്ല, സ്നേഹമുള്ള സഖാക്കളെ, സാധാരണക്കാരായ പാർട്ടി സഖാക്കളെ, ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോവരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നവരാര് എന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ. അവര് പറ്റിക്കപ്പെടുന്നത് പോലെ മറ്റാരും ഇവിടെ ചതിക്കപ്പെടുന്നില്ല എന്നതാണ്. അപ്പൊ ഈ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ഈ ആശയ പ്രചരണത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. പാലക്കാട്ടെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഒരു ആശങ്കയും വേണ്ട. കാളിയൻ എന്നാണല്ലോ പറഞ്ഞത്. കാളിയൻ ഒരു വിഷസർപ്പമായിരുന്നു. കാളിയൻ ഉണ്ടായിരുന്നത് അമ്പാടിക്കരികിലുള്ള ഒരു പുഴയിലായിരുന്നു. ഈ പുഴയിൽ ഈ വിഷസർപ്പമുള്ളതുകൊണ്ട് അമ്പാടിയിലെ കുട്ടികൾക്കൊന്നും കുളിക്കാൻ പോകുന്ന നിവൃത്തിയില്ല. അങ്ങനെ കുട്ടിയായിരിക്കുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കാളിയന്റെ പത്തിയിൽ കയറി നൃത്തം ചെയ്ത് തന്റെ കുഞ്ഞുപാദങ്ങൾ കൊണ്ട് നൃത്തച്ചുവടുകൾ വെച്ച് പാളിയനെ കൊന്നു. കാളിയൻ ആ പുഴയിലേക്ക് ആണ്ടുപോയി. ഇതാണ് ചരിത്രം. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയം ഒരു വിഷസർപ്പമാണെങ്കിൽ, ഒരു കാളിയനാണെങ്കിൽ അതിന്റെ തല കെ സുരേന്ദ്രന്റെ കഴുത്തിലും അതിന്റെ വാല് പിണറായി വിജയന്റെ കഴുത്തിലുമാണ്. മറ്റന്നാൾ പാലക്കാട്ടെ ജനത കാളിയ മർദ്ദനം ആരംഭിക്കുകയാണ്. 23-ാം തീയതി ഫലം പുറത്തു വരുമ്പോ തലഭാഗത്ത് നിന്ന് സുരേന്ദ്രനും വാൽഭാഗത്ത് നിന്ന് പിണറായിയും പാലൂട്ടി വളർത്തിയ BJP-യുടെ വർഗീയ രാഷ്ട്രീയമെന്ന കാളിയന്റെ തല ചവിട്ടി കേരളത്തെ വർഗീയതയിൽ നിന്ന് വീണ്ടെടുക്കുന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട്ട് നിന്ന് പുറത്തു വരും. ഒരു സംശയവും വേണ്ട, 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ BJP വിജയിക്കും എന്നതാണ്. പാലക്കാട്, തൃശൂർ ഇതൊക്കെ ഒരു സൂചനയാണ്. ഈ പാലക്കാട് നഗരസഭയുടെ കെട്ടിടത്തിന്റെ മുകളിലാണ് ഇത് കേരളത്തിന്റെ ഗുജറാത്താണ് എന്ന് പ്രഖ്യാപിച്ച് BJP ബാനർ ഉയർത്തിയത്. കേരളത്തിൽ BJP ഭരിക്കുന്ന 2 നഗരസഭകളിൽ ഒന്ന് പാലക്കാട്ടേതാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, കൽപ്പാത്തി രഥോത്സവം നടന്നല്ലോ. ആ കൽപ്പാത്തി വാർഡ് BJP-ക്ക് 636 വോട്ട്, 586 വോട്ട് നമുക്ക്, 80 വോട്ടിന് BJP ജയിച്ചു. CPM-ന് കിട്ടിയ വോട്ട്
58. ഒലവക്കോട് സെൻട്രൽ UDF തോറ്റത് 60 വോട്ടിന്, LDF ആകെ കിട്ടിയത് 100 വോട്ട്. അങ്ങനെ പാലക്കാട് നഗരസഭയിൽ 4 മണ്ഡലങ്ങളിൽ CPM ഇടതുപക്ഷം 3-ാം സ്ഥാനത്ത് പോയി. കിട്ടിയത് 100-ൽ താഴെ വോട്ട്. ആ സീറ്റുകളൊക്കെ BJP വിജയിച്ചപ്പോഴോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ ഇത് ഗുജറാത്താണ് എന്ന് എഴുതി വെക്കാൻ BJPക്ക് അവസരമുണ്ടായി. ഇവർ 3-ാം സ്ഥാനത്താണ്. ഇപ്പൊ കളിക്കുന്നത് ഒരു വഞ്ചനയുടെ രാഷ്ട്രീയമാണ്. ഞാൻ മിനിഞ്ഞാന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട്ട് പരമ്പരാഗതമായ മതനിരപേക്ഷ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ലീഡ് ലഭിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി, കണ്ണാടി, മാത്തൂർ, പിരാരി, ഈ 3 പഞ്ചായത്തുകൾ എണ്ണുമ്പോ UDF മുന്നിൽ വരും. പിരാരിയിലാണ് ഏറ്റവും അധികം ലീഡ് ഉണ്ടാവുക. പിണറായി വിജയന്റെ പൊതുയോഗങ്ങളൊക്കെ അവിടെ. ഈ വന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥിയുടെ വർക്ക് മുഴുവൻ അവിടെ. അയാൾ, ഞാൻ പറയുന്നു, പാലക്കാട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, BJP ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നവരാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP ഏറ്റവും അവസാനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയുന്നത് വരെ കാത്തിരുന്നിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാലക്കാട്ട് പിരായിലെ, മാത്തൂരിലെ, കണ്ണാടിയിലെ LDF UDF വോട്ടുകൾ, മതനിരപേക്ഷ വോട്ടുകൾ UDFന് വീഴുന്നത് തടയാൻ സംഘടിതമായ ക്യാമ്പയിൻ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലക്കാട് പോയി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന പച്ച നെറികേട് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ 77-ൽ കേരള നിയമസഭയിലേക്ക് പോയത് ഇവിടുന്ന് കൂത്തുപറമ്പിൽ നിന്ന്, കരിയാട് നിന്ന്, പാനൂരിൽ നിന്ന്. 77-ൽ ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു ഭാഗത്ത് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കാൻ ലാൽ കൃഷ്ണ അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, സിക്കന്ദർ ഭട്ട്, മുരളി മനോഹർ ജോഷി, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുൻപ് ഈ രാജ്യത്ത് BJPയുടെ രാഷ്ട്രീയത്തിന്റെ നെടുനായകത്വം വഹിച്ചവർ, അവരൊക്കെ നേതാക്കന്മാരായിട്ടുള്ള ജനതാ പാർട്ടി ഈ കൂത്തുപറമ്പിൽ, പുറത്തെവിടെയല്ല, ഞാൻ നിൽക്കുന്ന ഈ മണ്ണില് CPMന്റെ കൂടെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ അന്ന് ഈ കൂത്തുപറമ്പിലെ വീടാന്തരം കയറി ജനതാ പാർട്ടിയുടെ CPMന്റെ സ്ഥാനാർത്ഥിയായ പിണറായി വിജയൻ വോട്ട് കൊടുക്കണമെന്ന് ഈ പാനൂരിലെ RSSകാരും CPMകാരും ഒരുമിച്ച് വോട്ട് ചോദിച്ചവർ ഇവിടുത്തെ കാരണവന്മാര് മറന്നിട്ടുണ്ടാവില്ല. ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് വല്ലാത്തൊരു കൂട്ടരായിരുന്നു. സർക്കാർ ജോലി കിട്ടിയാൽ പോവില്ല, PSCയുടെ ഒരു പരീക്ഷ അവർ എഴുതൂല, വോട്ട് ചെയ്യാൻ അവർ പോവില്ല, സ്ഥാനാർത്ഥികൾ അവർ നിർത്തൂല. 1977 വരെ 30 വർഷക്കാലം അവരുടെ ലൈൻ അതായിരുന്നു. 75-ൽ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. 77-ൽ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 77-ൽ ഈ കൂത്തുപറമ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു, രാജ്യം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെ നിയന്ത്രിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട്. ഇന്ദിരയുടെ കോൺഗ്രസിനെ കൂത്തുപറമ്പിൽ ആര് തോൽപ്പിക്കും? പിണറായി വിജയൻ അല്ലേ? അപ്പൊ 77-ൽ കൂത്തുപറമ്പിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ട് ആർക്ക് കിട്ടി? പിണറായി വിജയൻ. എന്ന് വെച്ചാൽ സഖാക്കളെ, നിങ്ങളിപ്പോ സാദിഖ് അലി തങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും RSSന്റെ വോട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ച് വാങ്ങി ഒരു പെട്ടിയിലിട്ട് വിജയിച്ച് കേരളത്തിന്റെ നിയമസഭ കണ്ട നാണം കെട്ട നേതാവിന്റെ പേര് പിണറായി വിജയൻ. അടുത്ത മറുപടി, സന്ദീപ് വാര്യർ എന്നല്ല, ആര് വന്നാലും പാണക്കാട്ടെ വാതില് തുറന്നു കിടക്കും. ആ മുറ്റത്ത് നിന്ന് ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. ആ മുറ്റത്തു നിന്ന് കേരളത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന ഒരു വാക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ തറവാട്ടിലെ വലിയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയ എതിരാളികൾ പോലും കേരളത്തിൽ അംഗീകരിച്ചു പോകുന്നത്. 6 മാസം മുമ്പ് വരെ നിങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് കോഴിക്കോട്ട് സെമിനാർ വെക്കുകയായിരുന്നു. ഒരു കസേര ലീഗിനൊഴിച്ചു വരാതിരിക്കില്ല. ചാനലിലൊക്കെ ഞങ്ങൾ എല്ലാവരും പോയി പറഞ്ഞു, ചങ്ങായിമാരെ തല്ലിക്കൊന്നാലും ഞങ്ങൾ അങ്ങട്ടില്ല,
എന്നാലും കസേര ഒന്ന് ഒഴിവാണ്. അപ്പോഴും പറഞ്ഞു വരാതിരിക്കില്ല. ആളുകൾ ചോദിച്ചു, അല്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ ലീഗിനെ കാത്തിരിക്കുന്നത്? ലീഗിനോട് ഇത്ര മുഹബത്ത്, ഇത്ര പിരിശം? ഗോവിന്ദ മാഷ് കള്ളച്ചിരിയോടെ മറുപടി പറഞ്ഞു, ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. മർദ്ദിതരായ പതിതരായ ഇന്ത്യയിലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന പാർട്ടിയാണ് ആര്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് ആഴ്ചക്ക് ഒരു ലവ് ലെറ്റർ, അതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കൊടുത്തു. അന്നും ഞങ്ങള് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിട്ടില്ല. ഇപ്പൊ പിള്ളേര് തുടങ്ങിയ ഒരു ഏർപ്പാടാണ് ഈ പ്രണയപ്പക. ഒരു പെൺകുട്ടീന്റെ പുറകെ ഇങ്ങനെ നടക്കുക, ഓളോട് ഇഷ്ടാണ് എന്ന് പറയാ, ഓളോട് പോയി പണിയൊക്കെ ചക്കാൻ ഇവന് കലിപ്പ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? കുറച്ച് ആസിഡ് കൊണ്ടുപോയി പെൺകുട്ടീന്റെ മുഖത്തൊഴിക്കും. കാരണം പ്രണയപ്പക. അങ്ങനെ ലീഗിന്റെ പിന്നാലെ നടക്കാതായപ്പോ ഇനി അങ്ങോട്ട് ലീഗിന്റെ മുഖത്തേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ച് ആ മുഖം കൃതമാക്കാം എന്ന് കരുതിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട പിണറായി വിജയ, നിങ്ങളുടെ പൂർവികന്മാർ, നിങ്ങളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് EMS ഞങ്ങൾക്ക് മതനിരപേക്ഷതയുടെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിയിട്ട് ശരീഅത്ത് വിവാദ കാലത്ത് 14 നൂറ്റാണ്ടുള്ള ഗോത്രബോധം പേറുന്നവരാണ് മുസ്ലിം ലീഗുകാർ എന്ന് EMSന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നും ഞങ്ങളുടെ ഈ കൊടിക്കൂറ കെട്ടിയ ഈ നൗകയുടെ അമരത്ത് പാണക്കാട്ടെ തങ്ങന്മാരുണ്ടായിരുന്നു. ഇന്നും അതേ കൊടിയാണ്, അതേ പേരാണ്. നെടുനായകത്വം വഹിച്ച് ഈ നൗകയെ മുന്നോട്ട് നയിക്കുന്നത് പാണക്കാട്ട് വലിയ തങ്ങളായ സയ്യിദ് സാദിഖ് അലി തങ്ങളാണ്. അന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് തലചൊറിഞ്ഞ് നിന്നവരല്ല. ഇന്നും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ AKG സെന്ററിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കേണ്ട ഗതികേട് ഈ പാർട്ടിക്കില്ല. 7.5 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി പിടിച്ച് നിന്നവരാണ് ഞങ്ങൾ. അവസാനത്തെ നിമിഷം വരെ ഈ മണ്ണിലുണ്ടാവും. തലകുനിച്ച് നടന്നവരെ തല ഉയർത്താൻ പഠിപ്പിച്ചവർ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരെ വിദ്യയുടെ വെളിച്ചത്തിലേക്ക് നയിച്ചവർ, 7.5 പതിറ്റാണ്ട് കൊണ്ട് യാതനകളുടെ ഭൂതകാലത്തിൽ നിന്ന് അഭിമാനകരമായ നിലനിൽപ്പിന്റെ വർത്തമാനകാലത്തേക്ക് ഒരു സമുദായത്തെ ഒരു തുള്ളി ചോര ചിന്താതെ വഴി നടത്തിച്ചവർ. അഭിമാനമാണ് ഈ പാർട്ടി, അതിജീവനമാണ് ഈ പാർട്ടി. മുന്നോട്ട് പോവുക. അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അസ്സലാമു അലൈക്കും.